തുടർച്ചയായി പ്രകോപനം സൃഷ്ടിക്കുന്ന ഇസ്രായേലിന് ഉടനടി ഇറാനിൽ നിന്ന് തിരിച്ചടിയുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഇറാനിൽ നിന്ന് വരുന്ന ചില വാർത്തകളും ഇറാനിയൻ നേതാക്കളുടെ ചില പരാമർശങ്ങളും ആ തിരിച്ചടിക്കുള്ള സാധ്യത സൃഷ്ടിക്കുന്നുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി നടപടിയെടുക്കുകയാണെങ്കിൽ ടെഹ്റാൻ ഉടനടി ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയനാണ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ മറ്റൊരു സാഹസികത നടത്താനും ഇറാന്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ അടുത്ത പ്രതികരണം ഉടനടി സംഭവിക്കും. അത് മറ്റൊരു തലത്തിലായിരിക്കും എന്നുകൂടി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാഹിയൻ NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വിശദമാക്കുന്നുണ്ട്. ദമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി മുന്നറിയിപ്പ് നൽകിയപ്പോഴേ ലോകശ്രദ്ധ ഇറാനിൽ കേന്ദ്രീകരിച്ചു. ഇസ്രായേലിൽ ഇറാന്റെ സംഘർഷഭീതിയും പടർന്നു പിടിച്ചു. പറഞ്ഞത് പ്രാവർത്തികമാക്കി ഇറാൻ തലക്കെട്ടുകൾ സൃഷ്ടിച്ചു. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ഇറാനെയാണ് അന്ന് ഇസ്രായേലിൽ കാണാനായത്. ആ ഇറാൻ നേതൃത്വത്തിന്റെ തുടർച്ചയായ മുന്നറിയിപ്പുകളെ പാടെ അവഗണിച്ചാണ് ഇസ്രായേൽ വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചത്. ഇസ്ഫഹാൻ നഗരത്തെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ നീക്കത്തെ അട്ടിമറിച്ച ഇറാൻ സയനിസ്റ്റുകൾക്കെതിരെ സദാ ജാഗരൂകരാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. മാത്രമല്ല, നിസ്സാര പ്രകോപനങ്ങൾക്ക് പോലും പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ ഇറാൻ ഇനിയൊരു തിരിച്ചടിക്ക് കൂടി സുസജ്ജരാണ്. ടെഹ്റാൻ ഉദ്യോഗസ്ഥരുടെ പരാമർശങ്ങളിൽ നിന്നു തന്നെ അക്കാര്യം വ്യക്തമാണ്. ഇസ്ഫഹാനിലെ സംഭവത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. മധ്യ ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമതാവളമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്ന് ഇറാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇസ്ഫഹാനിൽ നിന്ന് ഏകദേശം 500 മൈൽ വടക്കുള്ള തെബ്രിസിൽ മറ്റൊരു ചെറിയ ഡ്രോണുകൾ തടഞ്ഞതായി ഇറാനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായി യുദ്ധത്തിന് തുടക്കമിടുന്ന തുടർ നടപടികൾ ഇരു രാജ്യങ്ങളും ഒഴിവാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ലോക നേതാക്കൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം പടർന്നു പിടിക്കുന്നതിനോട് യോജിപ്പില്ലെന്ന് പലകുറി വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കയും പ്രസിഡന്റ് ജോ ബൈഡനും. എന്നാൽ സംഘർഷഭീതി കത്തിപ്പടരുന്ന സന്നിഗ്ധ ഘട്ടത്തിലും ഇസ്രായേലിന് സൈനിക പിന്തുണ നൽകുകയാണ് സാക്ഷാൽ ജോ ബൈഡൻ. അതായത് ഇസ്രായേലിന് വീണ്ടും ആയുധം നൽകാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇതൊക്കെ കാണുമ്പോൾ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ പ്രസിദ്ധമായ ഒരു സംഭാഷണ ശകലമാണ് ഓർമ്മ വരുന്നത്. എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ, ശക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ അമേരിക്കയ്ക്കോ ജോ ബൈഡനോ സാധിക്കുന്നില്ല. ഇസ്രായേലുമായി $1 ബില്യൺ വരുന്ന പുതിയ ആയുധ ഇടപാട് നടത്താനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. ടാങ്ക്, വെടിമരുന്ന്, സൈനിക വാഹനങ്ങൾ, മോർട്ടാർ റൗണ്ടുകൾ എന്നിവയുൾപ്പെടെ നൽകി ഇസ്രായേലിനെ പ്രീതിപ്പെടുത്താനും അതുവഴി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് ബൈഡൻ ലക്ഷ്യമിടുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷഭീതി കത്തിപ്പടരുമ്പോൾ എരിതിയിൽ എണ്ണയൊഴിക്കുന്ന നാണം കെട്ട സമീപനം US സ്വീകരിക്കുന്നു. ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ $700 മില്യൺ 120 mm ടാങ്ക് വെടിമരുന്ന്, $500 മില്യൺ യുദ്ധവാഹനങ്ങൾ, $100 മില്യൺ 120 mm മോർട്ടാർ റൗണ്ടുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7-ന് ഫലസ്തീനിൽ ആരംഭിച്ച വംശഹത്യയ്ക്ക് ശേഷം ഇസ്രായേലുമായുള്ള USന്റെ ഏറ്റവും വലിയ ആയുധ വിൽപ്പനയാകും ഇത്. ഇത്രയുമധികം ആയുധങ്ങൾ കൈമാറാൻ കാലതാമസമെടുക്കുമെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കാൻ US കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമായി വരും. ഗസയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ സയനിസ്റ്റുകളുടെ ക്രൂരമായ വംശഹത്യയ്ക്ക് ഇരകളാകുമ്പോൾ സമാധാനകാംക്ഷികളാണെന്ന് മേനി നടിച്ച് വീമ്പിളക്കുന്ന അമേരിക്കൻ നേതൃത്വം ഇസ്രായേലിനോട് ഐക്യപ്പെടുകയാണ്. ഈ ക്രൂരമായ വംശഹത്യയിൽ US നേതൃത്വവും പങ്കാളികളാകുന്നു. ഇസ്രായേലിന്റെ ഫലസ്തീൻ വംശഹത്യയിൽ ഞങ്ങളും പങ്കാളികളാണെന്ന് പറയാതെ പറയുന്നുണ്ട് അമേരിക്കയും ജോ ബൈഡനും. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടും ഉയരുന്നത്. ഇസ്രായേലുമായുള്ള ആയുധ വിൽപ്പന റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം 1/2 ഡസൻ ഡെമോക്രാറ്റിക് സെനറ്റർമാർ പ്രസിഡന്റ് ജോ ബൈഡന് കത്തയച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് യാതൊരു കുലുക്കവും ഇതുവരെ സംഭവിച്ചിട്ടില്ല.